Welcome to Garam Masala, the magic spices of cooking. കസ്കസ് സർബത്ത്. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്കായ കസ്കസ് സർബത്ത് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുക്കണം. പത്ത് മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കസ്കസ് എല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർബത്ത് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ വലിയ 2 നാരങ്ങയുടെ ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ജഗ്ഗിലോട്ട് ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തണുപ്പുള്ള വെള്ളം വേണം. 1/2 ലിറ്റർ വെള്ളമാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ചേർക്കാം. അടുത്തതായി നമുക്ക് 1/2 കപ്പ് പോമിഗ്രാനൈറ്റ് സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മാംഗോ ആണ് ഉപയോഗിക്കുന്നത്. 3 ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞു വരണം. ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഗ്ലാസ്സിൽ പകുതിയോളം ഫ്രൂട്ട്സ് എടുക്കണം. ബാക്കി ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്കായ കസ്കസ് സർബത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.